അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ നബിയിന മുഹമ്മദിൻ വ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഏറെ പ്രിയങ്കരരായ ഖത്മുൽ ഖുർആൻ ശ്രോതാക്കളെ, കഴിഞ്ഞ ദിവസം 67-ാം അധ്യായം സൂറത്ത് മുൽക്കിലെ പാരായണം നമ്മൾ കേട്ടു. 30 വചനങ്ങളുള്ള 67-ാം അധ്യായം സൂറത്തുൽ മുൽക്ക്. എന്താണ് മുൽക്ക് സൂറത്തിലെ പ്രതിപാദ്യം എന്ന് പരിശോധിക്കാം. സത്യത്തിൽ 30-ാമത്തെ വചനത്തിൽ ഒരു ചോദ്യമുണ്ട്. ആ ചോദ്യത്തിൻ്റെ ഉത്തരം 1-ാമത്തെ വചനമാണ് എന്ന് ഞാൻ ചിന്തിക്കാറുണ്ട്. നമുക്കതിനെക്കുറിച്ച് ആലോചിക്കാം ഇൻഷാ അല്ലാഹ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സൂറത്തു മുൽക്കിലെ 1-ാമത്തെ വചനം തന്നെ തബാറക എന്നാണ് തുടങ്ങുന്നത്. ആരുടെ കയ്യിലാണോ മുൽക്ക് ഉള്ളത്, അല്ലാഹു സുബ്ഹാനഹു വ തആല, അവൻ തബാറക, രാജാധിപത്യം യാതൊരുവന്റെ കൈവശമാണോ അവൻ മഹത്വമേറിയവനാകുന്നു, ബറക്കത്തേറിയവനാകുന്നു. തബാറകല്ലദീ ബിയദിഹിൽ മുൽക്കു വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ. എല്ലാ കാര്യങ്ങളും കഴിയുന്നവനാണ് അവൻ എന്ന് സൂചിപ്പിക്കുകയാണ്. 2-ാമത്തെ വചനത്തിലെ പ്രധാന ചിന്തയിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കാൻ ആഗ്രഹിക്കുന്നു. 2-ാമത്തെ വചനത്തിൽ അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമല എന്ന് പറയുന്നു. അല്ലാഹു ഖലഖൽ മൗത വൽ ഹയാത, മരണത്തെയും ജീവിതത്തെയും സൃഷ്ടിച്ചു, സംവിധാനിച്ചു. ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമല, നിങ്ങളിൽ ഏറ്റവും പെർഫെക്റ്റായിട്ട് അമലുകൾ ചെയ്യുന്നവരാര് എന്ന് പരിശോധിക്കും. ഇവിടെ 2 കാര്യങ്ങളുണ്ട് പ്രധാനമായിട്ട്. അതിലൊന്ന് മൗത്തും ഹയാത്തുമാണ്. ചില പാട്ടുകളിലൊക്കെ കേൾക്കുന്നത് പോലെ മൗത്തും ഹയാത്തിനും ഉടമസ്ഥനെ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഹയാത്തിനും മൗത്തിനും എന്നല്ല പറഞ്ഞു. ഖുർആൻ ഉപയോഗിച്ചതും മൗത്ത് ഹയാത്താണ്. ഖലഖൽ മൗത വൽ ഹയാത്ത, ഓൾറെഡി നമ്മളിപ്പോൾ ജീവിച്ചിരിക്കുകയാണ്. ഇനി നമ്മുടെ മുമ്പിലുള്ളത് മൗത്താണ്, വഫാത്താണ്, മരിക്കുകയാണ്. മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തും വിധത്തിൽ തന്നെ വചനവും പദവിന്യാസവും നടത്തി. മൗത വൽ ഹയാത്ത്. അപ്പോൾ നമ്മുടെയൊക്കെ മരണം എന്നത് മറ്റൊരു ജീവിതത്തിൻ്റെ തുടക്കമാണ് എന്നർത്ഥം. അള്ളാഹു ഏറ്റവും നല്ല മരണം അനുഭവിക്കുന്ന, എന്നിട്ട് അമലുകൾ എല്ലാം പ്രതിഫലം നൽകപ്പെട്ട് ഏറ്റവും സന്തോഷകരമായി ജീവിതം പരലോകത്ത് അനുഭവിക്കാൻ കഴിയുന്നവരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അപ്പോൾ നമ്മൾ നമ്മുടെ മരണത്തെക്കുറിച്ച് എപ്പോഴും ചിന്തയുള്ളവരായിരിക്കണം. അക്സിറു ദിക്റ ഹാദിമിൽ ലദ്ദാത്ത് അൽ മൗത്ത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, എല്ലാവിധ സുഖൈശ്വര്യങ്ങളെയും നിങ്ങൾ ഇന്ന്, അഥവാ ഞാനും നിങ്ങളും ഇന്നുവരെ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഭൗതിക ലോകത്തിൻ്റെ സുഖൈശ്വര്യങ്ങളെ മുഴുവനും ഒറ്റയടിക്ക് മുറിച്ച് കളയുന്ന, ഇല്ലാതെയാക്കി കളയുന്ന മരണം എന്ന യാഥാർത്ഥ്യത്തെ നിങ്ങളെപ്പോഴും ഓർത്തുകൊണ്ടിരിക്കണം. അക്സിറു, നിങ്ങൾ ദിക്റ, അധികമായി ഓർക്കണം മരണം. നമ്മളോട് പറയാറില്ലേ, നിങ്ങൾ നമസ്കരിക്കുക, സുബഹി നമസ്കരിക്കുകയാണ്, ഇതെൻ്റെ അവസാന സുബഹിയാണെന്ന് ചിന്തിക്കൂ. ളുഹർ നമസ്കരിക്കുക, അസർ നമസ്കരിക്കുക, ഏതാണോ ആ നമസ്കാര സമയത്ത് എൻ്റെ അവസാന നമസ്കാരമാണ്. പരിശുദ്ധ റമദാൻ കിട്ടിയാൽ എൻ്റെ അവസാന റമദാനായിരിക്കാം. ഓരോ കാര്യങ്ങളിലും അങ്ങനെ ചിന്തിക്കൂ. അപ്പോൾ നമുക്ക് നന്മകൾ ചെയ്യാനുള്ള പ്രേരണയായി അത് മാറും. തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കാനുള്ള പ്രചോദനമായി അത് മാറും. ഇവിടെ മരിച്ചു പോകാത്ത ആരുമില്ല, ഒന്നത് പ്രധാനം. മരിക്കാത്ത ഒരാളുമില്ല. അങ്ങനെയാണെങ്കിൽ ലോകത്തേക്ക് മുഴുവനും അവസാന നാൾ വരെ
നിയുക്തനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മരണപ്പെടാതെ ദൂതനായി ഇവിടെ ഇപ്പോഴും ഉണ്ടാകേണ്ടിയിരുന്നു. പക്ഷേ റസൂലുള്ള പോലും മരണപ്പെട്ടു പോയി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എപ്പോഴെവിടെ വെച്ച് മരിക്കുമെന്നറിയില്ല. അപ്പം മരണത്തെക്കുറിച്ചുള്ള ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവട്ടെ. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത, എന്നിട്ടൊരു ജീവിതമുണ്ട് എന്ന ഒരു ബോധം. മരണത്തോടുകൂടെ എല്ലാം അവസാനിക്കുന്നില്ല, മറിച്ച് മരണം മുതൽ അവിടെ നിന്ന് അങ്ങോട്ട് ഒരുപാട് ഇനി അനന്തമായി നീണ്ടു നിൽക്കുന്ന സ്വർഗമോ നരകമോ ആയ ജീവിതമുണ്ട്. അതിലേതെന്ന് നിശ്ചയിക്കപ്പെടുന്നത് വിചാരണ നടത്തുമ്പോഴാണ്. ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമലൻ, മരണം വരെയുള്ള ജീവിതത്തിൽ നിങ്ങൾ ചെയ്ത പ്രവർത്തനങ്ങൾ എന്തൊക്കെയോ അതിലെത്ര നന്മയുണ്ട് തിന്മയുണ്ട് അതിൻ്റെ കനമനുസരിച്ച്. ഫമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറഹു വമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ശർറൻ യറഹു. ഖൈറും ഷർറും ഒന്നും ഇല്ലാതെയാകുന്നില്ല. ഖൈർ അതവിടെ പ്രതിഫലം നൽകപ്പെടും, ഷർറ് ശിക്ഷ നൽകപ്പെടും, അള്ളാഹു പുറത്തു തന്നതൊഴികെ. മഗ്ഫിറത്തിനു വേണ്ടി ജീവിതകാലത്ത് തേടിക്കൊണ്ടേയിരിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ വചനം അവസാനിപ്പിക്കുന്നത് വഹുവൽ അസീസുൽ ഗഫൂർ എന്നാണ്. അവൻ അസീസാണ്, ഗഫൂറാണ്, പൊറുക്കുന്നവനാണ്. ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമലൻ എന്ന് പറഞ്ഞിട്ട് ഗഫൂർ എന്ന് സൂചിപ്പിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, എൻ്റെ ജീവിതത്തിൽ വന്നുപോയ നന്മയല്ലാത്ത പ്രവർത്തനങ്ങൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അള്ളാഹുവേ എനിക്ക് പുറത്തു തരണമേ എന്ന് പ്രാർത്ഥിക്കാൻ കൂടെയാണ് ആ ഒരു വിഷയം അവിടെ എടുത്തുദ്ധരിക്കുന്നത് എന്ന് മനസ്സിലാക്കണം. സഹോദരങ്ങളെ, വിശദമായി സംസാരിക്കുന്നില്ല. തൊട്ട് ശേഷം പറയാണ് അല്ലദീ ഖലഖ സബ്അ സമാവാതിൻ തിബാഖ, 7 ആകാശങ്ങളെ, ഉപരിലോകങ്ങളെ 7ആയിട്ട് പടുത്തുയർത്ത് മേലാപ്പാക്കി തന്ന, എന്നിട്ടതിൽ 1-ാം ആകാശത്തെ, അതല്ലെങ്കിൽ നമ്മളോട് ഏറ്റവും അടുത്ത ആകാശത്തെ, ഉപരിലോകത്തെ വിളക്കുകളാൽ സൂര്യചന്ദ്ര നക്ഷത്രാദികളാൽ അലങ്കരിച്ചിട്ടുള്ള, എന്നിട്ട് ഈ ആകാശത്തിന് യാതൊരു വിടവുകളോ പ്രയാസങ്ങളോ ഇല്ലാതെ നമ്മെ കാത്ത് സംരക്ഷിക്കും വിധത്തിൽ അതിനെ പടുത്തുയർത്തിയ അള്ളാഹു എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല തന്നെ പരിചയപ്പെടുത്തുന്നതാണ് അടുത്ത വചനത്തിലൊക്കെ നമ്മൾ കാണുന്നത്. വലഖദ് സയ്യന്ന അസ്സമാഅ ദുനിയ ബിമസാബീഹ എന്ന് പറയുന്നുണ്ട്. പിന്നീട് ഇതിൽ പറയുന്ന ഭാഗം നിഷേധികളായ ആളുകൾ, ഇത്രയൊക്കെയായിട്ടും നിഷേധിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അദാബു ജഹന്നം, നരകത്തിൻ്റെ ശിക്ഷയായിരിക്കും ഉണ്ടാവുന്നത്. അവർ നരകത്തിലേക്ക് ഇടപെടുന്ന സമയത്ത് അവർക്ക് നരകത്തെ കേൾക്കാൻ കഴിയും, അത് തിളച്ചു മറിഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യും എന്ന് പറയുന്നുണ്ട്. അവിടെ നരകാവകാശികളായിത്തീരുന്ന ആളുകളോട് അവിടെയുള്ള മലായിക്കത്ത്, പറാവുകാർ ചോദിക്കുന്നുണ്ട്. എന്താ ചോദ്യം എന്നറിയോ? നിങ്ങൾക്ക് അന്ന് ചില ദൂതന്മാർ വന്ന് ഈ കാര്യങ്ങളെക്കുറിച്ച് മുന്നറിയിപ്പ് തന്നതായിരുന്നില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. കുല്ലമാ ഉൽഖിയ ഫീഹാ ഫൗജുൻ സഅലഹും ഖസനതുഹാ അലം യഅതികും നദീർ, നിങ്ങൾക്ക് താക്കീതുകാർ വന്നിരുന്നില്ലേ എന്ന്. അപ്പോൾ അവർ പറയും, ശരിയാ വന്നിരുന്നു, പക്ഷേ ഞങ്ങളത് തള്ളിക്കളഞ്ഞു, ഞങ്ങളത് അത്ര ചെവിക്കൊടുത്തില്ല, കാതോർത്തു, ഞങ്ങൾ കേട്ടു, പക്ഷേ ഞങ്ങളതിനെ വില കൊടുത്തില്ല, ഉൾക്കൊണ്ടില്ല, ഞങ്ങൾ നിഷേധിച്ചു. ഞങ്ങൾ പറഞ്ഞു നിങ്ങളാണ് വഴിപിഴവില്ലെന്ന്. സഹോദരങ്ങളെ, നിങ്ങൾ നോക്കൂ, എവിടെ ഇത് തന്നെ കേൾക്കാറുള്ളത്? നമ്മളാ വഴിപിഴവില്ലെന്ന് നമ്മളോട് പറയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ മരണത്തിന് ശേഷം ഒരു ജീവിതം നിശ്ചയിച്ചിട്ടുണ്ടെന്നും മനുഷ്യർ അവിടെ ചോദ്യം ചെയ്യപ്പെടുമെന്നും സ്വർഗമോ നരകമോ എന്ന ജീവിതമുണ്ടെന്നും അതുകൊണ്ട് ഇവിടെ പലിശ പാടില്ല, ശിർക്ക് ചെയ്യാൻ പാടില്ല, വ്യഭിചാരം പാടില്ല, അന്യൻ്റേത് അപഹരിക്കാൻ പാടില്ല, കളവ് പറയാൻ പാടില്ല, ഹലാലായിരിക്കണം, ഹറാമ് പാടില്ല, ഇത്യാദി കാര്യങ്ങൾ പലതും പറയുന്ന സമയത്ത് സക്കാത്ത് കൊടുക്കണം, നമസ്കാരം നിലനിർത്തണം, അവരൻ്റെ പ്രയാസങ്ങൾക്ക് സഹായം എത്തിക്കുന്ന ഹസ്തമായി നിങ്ങൾ മാറണം, ഇങ്ങനെയൊക്കെ ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അതിനൊന്നും ചെവി കൊടുക്കാത്ത പലരും ഉണ്ടാവും. അവർ പറയും നിങ്ങളാണ് വഴിപിഴവിൽ. എന്നിട്ട് നിഷേധം, കരുതിക്കൂട്ടിയുള്ള നിഷേധം കാണിക്കുകയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അസ്ഹാബ് അസ്സഈർ,
അവർ അസ്ഹാബു സഈറാണ്, നരകാവകാശികളായി മാറുകയാണ്. ഏതായിരുന്നാലും അന്ന് അവിടെ വെച്ച് അവർക്ക് ഫഅ്തറഫു ബിദംബിഹിം എന്നാണ്, അവരുടെ കുറ്റം അവർ ബോധ്യപ്പെടുന്ന നാളാണ്. നേരെ അടുത്ത ഒരു വിഷയത്തിലേക്ക് സൂറത്ത് മുൽക്കിൽ പിന്നീട് കിടക്കുന്നത് റബ്ബ് സുബ്ഹാനഹു വ തആലയിൽ ഗൈബിയായി ഖശിയത്ത് പാലിച്ചിട്ടുള്ള ആളുകളാണ്. ഇന്നല്ലദീന യഖ്ശൗന റബ്ബഹും ബിൽ ഗൈബി, അവർക്ക് ലഹും മഗ്ഫിറ വ അജ്റുൻ കബീർ, അവർക്ക് എന്തുണ്ട്? വലുതായ പ്രതിഫലമുണ്ട്, പാപമോചനമുണ്ട്. ജീവിതത്തിൽ സ്വാഭാവികമായി വന്നു പോകുന്ന തെറ്റുകുറ്റങ്ങളെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് പുറത്തു കൊടുക്കും എന്നാണ്. എല്ലാം അറിയുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല വീണ്ടും നമ്മളോട് അവൻ്റെ ആകാശങ്ങളെക്കുറിച്ച് പറഞ്ഞു. ഇപ്പോൾ ഭൂമിയെക്കുറിച്ച് വീണ്ടും പറയാണ്. ഹുവല്ലദീ ജഅല ലക്കുമുൽ അർദ ദലൂലൻ, ഭൂമിയെ നിങ്ങൾക്ക് കീഴൊതുക്കി തന്ന പടച്ച തമ്പുരാൻ, നിങ്ങൾ അതിലൂടെ നടക്കൂ, നിങ്ങൾ ഭക്ഷിക്കൂ, ഇങ്ങനെ കുറേ കാര്യങ്ങൾ പറയുന്നു. വൈലൈഹിൻ നുശൂർ, പക്ഷേ ഈ ഭൂമിയിലൂടെ നടന്ന് ഭക്ഷിച്ച് ഭുജിച്ച് ജീവിക്കുന്ന സമയത്ത് നിങ്ങൾക്കൊരു ഓർമ്മ വേണം, ഇവിടെ നിന്നൊരു നാളെ ഞാൻ പോകും. വ ഇലൈഹിൻ നുശൂർ, അവനിലേക്ക് തന്നെ മടക്കം. ഇവിടെ വേറെയും കുറേ കാര്യങ്ങൾ ഈ വചനവുമായി ബന്ധപ്പെട്ട് നമുക്ക് ആലോചിക്കാവുന്നതാണ്. ഭൂമി നിങ്ങൾക്ക് ഒതുക്കി തന്നിട്ടുണ്ട്, നിങ്ങൾക്ക് പാകമാക്കി തന്നിട്ടുണ്ട്. ദലൂലൻ, നിങ്ങൾക്ക് പാകമാക്കി തന്നിട്ടുണ്ട്. ഫംസൂഫി മനാക്കിബിഹ, അതിൻ്റെ ചുമലുകളിലൂടെ നിങ്ങൾ നടക്കുക, അതിൻ്റെ പറമ്പിലൂടെ നിങ്ങൾ ഇറങ്ങി നടക്കുക, കൃഷി ചെയ്യുക, കൊത്തിക്കളയ്ക്കുക, അതിൽ വിത്തിറക്കുക. അങ്ങനെ കുലു മിർ റിസ്ഖിഹി, എന്നിട്ട് അത് നൽകുന്നതിൽ നിന്ന്, അഥവാ അള്ളാഹു അതിൽ നിന്ന് നൽകുന്നത് നിങ്ങൾ ഭക്ഷിക്കുക. വൈലൈഹിൻ നുശൂർ, അവങ്കിലേക്ക് പോകാനുള്ളവരാണ് നിങ്ങൾ. അപ്പോൾ നമ്മൾ ഇപ്പോൾ കൂടുതലും വിഷലിപ്തമായ സംഗതികൾ ഭക്ഷിക്കേണ്ടി വരുന്നത് ഒരർത്ഥത്തിൽ നമ്മുടെ പറമ്പിലോ നമ്മുടെ മുറ്റത്തോ ഒന്നും ഉണ്ടാക്കാഞ്ഞിട്ടാണ്. അപ്പോൾ നമ്മൾ പരമാവധി നമുക്ക് അല്ലാഹു ഒതുക്കി തന്നിട്ടുള്ള ഈ 10 സെൻറ്റ് 5 സെൻറ്റ് 17 സെൻറ്റ് 20 സെൻറ്റ് 2 ഏക്കർ, അതിൽ നമ്മൾ കൃഷി ചെയ്യണം എന്ന ഒരു ധ്വനി കൂടെ ഈ വചനത്തിൽ ഉൾക്കൊള്ളുന്നുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. അള്ളാഹു നമ്മയൊക്കെ അനുഗ്രഹിക്കട്ടെ. അവൻ്റെ അനുഗ്രഹങ്ങൾ അനുഭവിച്ച് ജീവിക്കുമ്പോൾ നന്ദിയുള്ളവരായി ജീവിക്കാൻ. അള്ളാഹു ചോദിക്കുക, നിങ്ങൾ എന്തേ അവനെ ഉൾക്കൊള്ളാത്തത്? നിങ്ങളെ ആകാശത്തുള്ളവനെ അവൻ നിങ്ങളെ ഭൂമിയിൽ ആഴ്ത്തിക്കളയുന്നത് നിങ്ങൾ നിർഭയരായിരിക്കുകയാണോ? ഒരു നാൾ നിങ്ങൾ താഴ്ന്നു പോകുമെന്ന് നിങ്ങൾക്ക് എന്താ ഭയപ്പാടില്ലാത്തത്? അള്ളാഹുവിൻ്റെ ശിക്ഷ വന്നേക്കുമോ എന്ന് എന്താ നിങ്ങൾ ഭയപ്പെടാത്തത്? ഹാസിബൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ചരൽ വർഷം അയക്കുന്നതിനെ നിങ്ങൾ എന്താണ് ഭയപ്പെടാത്തത്? ഖിയാമത്ത് വരും, അപകടം, അള്ളാഹുവിൻ്റെ ശിക്ഷകൾ വന്നേക്കും എന്നതിനെക്കുറിച്ച് യാതൊരു ഭയപ്പാടുമില്ലേ നിങ്ങൾക്ക്? നിങ്ങളുടെ മുമ്പുണ്ടായിരുന്ന സമൂഹം പലരും ഇതുപോലെ നിഷേധിച്ചവരുണ്ടായിരുന്നു. അവരെയൊക്കെ നിങ്ങളൊന്ന് കാണണം, അതൊക്കെ ഒന്ന് വായിക്കണം, പഠിക്കണം, നിങ്ങൾ യാത്ര ചെയ്യൂ, അത് മനസ്സിലാക്കൂ എന്ന് പലയിടങ്ങളിലും പറയുന്നുണ്ട്. വീണ്ടും അല്ലാഹു ചില ദൃഷ്ടാന്തം പറയാ. അവലം യറൗ ഇല തൈരി ഫൗഖഹും സാഫാതിൻ വയഖബിദ്, എത്ര കൃത്യമാണ്. മുകളിൽ, അവരുടെ മുകളിൽ ആകാശത്ത് പറന്നുകൊണ്ടിരിക്കുന്ന ചിറക് വിരിച്ചും ചിറകൊതുക്കിയും പറക്കുന്ന പക്ഷികളെ അവർ നോക്കുന്നില്ലേ? മയുംസികുഹുന്ന ഇല്ല റഹ്മാൻ, റഹ്മാനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയാണല്ലോ അവയെ പിടിച്ചു നിർത്തുന്നത്. ചിറക് വിരിച്ചു വെച്ച് പറക്കുന്ന പക്ഷികൾ, ചിറക് ഒതുക്കി കൂട്ടി വെച്ച് പറക്കുന്ന പക്ഷികൾ. നമ്മൾ പക്ഷികളെ നിരീക്ഷണം നടത്തണം. പക്ഷികളുടെ പറക്കലും, പക്ഷികളുടെ ഭക്ഷണം തേടലും, ഭക്ഷണം കഴിക്കലും, അവയുടെ പ്രജനനവും, അവയുടെ കൂടുകൂട്ടലും, അവയുടെ എഴുന്നേറ്റ് പോക്കും, അവ കൂടണയുന്നതും, അതിൻ്റെ സമയവും, ഇതെല്ലാം ഒന്ന് ആലോചിച്ചോ. ഇവിടെയൊക്കെ നമ്മൾ ചിന്തിക്കണം. അപ്പോൾ ഇതിൻ്റെയൊക്കെ പിന്നിലുള്ള ഏകശക്തിയായ അല്ലാഹ് സുബ്ഹാനഹു വ തആലയെ പരിചയപ്പെടാൻ കഴിയും. സുബ്ഹാനഹു വ തആല. ശിർക്ക് ചെയ്യാൻ കഴിയില്ല, കുഫർ കാണിക്കാൻ പറ്റില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ പരിചയപ്പെടുമ്പോൾ, ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല. ഏതൊരു സൈന്യമാണ് അള്ളാഹു നിങ്ങൾക്ക് ശിക്ഷ തന്നാൽ അതിനെ തടുക്കുവാൻ നിങ്ങളുടെ കൂടെയുണ്ടാവുക എന്ന് ചോദിക്കുന്നുണ്ട്. നിങ്ങളുടെ ഭക്ഷണം പിടിച്ചു നിർത്തിക്കളഞ്ഞാൽ നിങ്ങൾക്ക് ഭക്ഷണം നൽകാൻ ആരാണെന്ന് ചോദിക്കുന്നുണ്ട്. അവസാന വചനത്തിലെ ചോദ്യവും അതിനുള്ള ഉത്തരവും പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം ഇൻഷാ അല്ലാഹ്. ഏറ്റവും അവസാനം ചോദിക്കാണ്, ഖുൽ അറഅയ്തും ഇൻ അസ്ബഹ മാഉകും ഗൗറാ,
നിങ്ങൾക്കിപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന വെള്ളം വറ്റിപ്പോയാൽ ഫമൻ യഅതീകും ബിമാഇൻ മഈൻ, നിങ്ങൾക്ക് ആരാണ് ഒഴുകുന്ന ഉറവ് വെള്ളം കൊണ്ടുതരിക എന്ന്. ആരാ കൊണ്ടുതരിക? തരില്ല. H2O. പക്ഷേ അതെടുത്തിട്ട് വെള്ളം ഉണ്ടാക്കാൻ നമുക്കൊണ്ട് കഴിയുന്നില്ല. കൃത്രിമ മഴ നമ്മൾ പൂർണ്ണമായി ഉണ്ടാക്കുന്നതല്ല. നമുക്ക് സാധ്യമല്ല വെള്ളം കൊണ്ടുവരാൻ. ഫമൻ യഅതീകും ബിമാഇൻ മഈൻ, നമ്മളിങ്ങനെ മുകളിലോട്ട് കൈ ഉയർത്തിയിട്ട് റബ്ബേ മഴ തരണേ, അല്ലാഹുമ്മ സ്ഖിനാ ഗൈസൻ മുഗീസ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാന്നല്ലാതെ വേറൊന്നുമില്ല. ലോകത്തൊരാളും എല്ലാവരും അംഗീകരിക്കുന്ന ഒരു കാര്യം. ആരാണ് നിങ്ങൾക്ക് കൊണ്ടുതരിക? ഉത്തരം ഒന്നാമത്തെ വചനാണ്. തബാറകല്ലദീ ബിയദിഹിൽ മുൽക്ക്, ആരുടെ കയ്യിലാണോ രാജാധിപത്യം അവനാണ് അനുഗ്രഹപൂർണൻ, അവന്റെ കയ്യിലാണ്, അവൻ തരും. 30-ാമത്തെ വചനത്തിന്റെ ചോദ്യത്തിന്റെ ഉത്തരം ഒന്നാമത്തെ വചനം തന്നെ എന്ന് വേണമെങ്കിൽ ഓർത്തു വെക്കാവുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കട്ടെ നമ്മെ എല്ലാവരെയും. സൂറത്തുൽ മുൽക്ക് വായിക്കാനും സൂറത്തുൽ മുൽക്ക് പാരായണത്തിനൊക്കെ പ്രാധാന്യം നൽകപ്പെട്ട അധ്യായമാണ്. ആ നിലക്ക് തന്നെ അതിനെ കാണുക. മക്കയിൽ അവതരിച്ച 30 വചനങ്ങളുള്ള ഈ മുൽക്ക് സൂറത്ത് ഓരോ വചനങ്ങളും പാരായണം ചെയ്യുക, പഠിക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കട്ടെ നമ്മെ എല്ലാവരെയും അവൻ്റെ ഇഷ്ടദാസയിൽ ഉൾപ്പെടുത്തി എളുപ്പമുള്ള വിചാരണ നൽകി മൗത്തിന് ശേഷമുള്ള ഹയാത്തിൽ ശാശ്വതമായ സ്വർഗലോകം അനുഭവിക്കുന്നവരിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ഇൻഷാ അല്ലാഹ് അടുത്ത അധ്യായത്തിൽ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.